ഹലോ. സോ ഞാൻ റീസെൻ്റ്ലി ഒരു വീഡിയോ ചെയ്തായിരുന്നു സാംസങ് S26 അൾട്രയും ആൻഡ് ഗാലക്സി ബഡ്സ് 4 പ്രോൻ്റെയും ഒരു അൺബോക്സിങ്. സോ ഞാൻ ഗാലക്സി ബഡ്സ് 4 പ്രോ ആണ് കൂടുതൽ ട്രൈ ഔട്ട് ചെയ്യണമെന്ന് വിചാരിച്ചത്. അത് ട്രൈ ഔട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് കുറച്ചൊന്ന് രണ്ട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അത് ഞാൻ അതിനെക്കുറിച്ചൊരു ഫുൾ വീഡിയോ ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാം. പക്ഷേ അത് കണ്ടപ്പോഴാണ് പിന്നെ ഞാൻ വിചാരിച്ചത് അതിൻ്റെ കൂടെ തന്നെ ഈ ഇടയ്ക്ക് ഇറങ്ങിയതാണ് സോണിയുടെ ഒരു പുതിയ ഇയർബഡ്സ്. സോ ഐ വാസ് ലൈക്ക്, മേ ബി ഐ ക്യാൻ ജസ്റ്റ് ട്രൈ ഇറ്റ് ബോത്ത് ടുഗെദർ ടു സീ വിച്ച് വൺ ഇസ് ബെറ്റർ. അങ്ങനെ സംഭവം ഇവിടെ വന്നിട്ടുണ്ട്. ഇതാണ് എൻ്റെ പെട്ടി. സോ പെട്ടി തുറങ്ങുമ്പോൾ തന്നെ ഐറ്റം ഇരിപ്പുണ്ട്. അതിൽ ബ്ലാക്ക് കവറൊക്കെ ഉണ്ട്. നമുക്കത് കുറച്ച് കഴിഞ്ഞിട്ട് പൊളിക്കാം. എൻ്റെ അകത്ത് പെട്ടിയുടെ അകത്ത് വേറെ അധികം സാധനങ്ങളൊന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല. സോ താഴെ നമുക്ക് തന്നേക്കുന്നത് ഇയർബഡ്സ് ആണ്. അത് മൾട്ടിപ്പിൾ സൈസസ് ഉണ്ട് ആൻഡ് USB A to C കേബിൾ. ഇത് ബേസിക്കലി അവരുടെ ആപ്പ് കണക്ട് ചെയ്യാൻ പറയുന്നതും ഫുൾ ഓഫ് പേപ്പർ വർക്ക്സ്. അപ്പോൾ ഐറ്റം എവിടെ ഉണ്ട്? ഊപ്സ്, കീറിപ്പോയല്ലോ. ഇത് ഡബിൾ ലെയർ ആണ്. രണ്ടാമതും ഓക്കെ, ഒരുവിധം പൊളിച്ചെടുത്തു. ഓക്കെ, സംഭവം ഇവിടെയുണ്ട്. ബാക്കിൽ തന്നെ നമുക്ക് കാണാം പെയറിംഗ് ബട്ടൺ ഉണ്ട് ആൻഡ് ഓൾസോ USB-C പോർട്ട് ഉണ്ട്. ഈ ഫിനിഷ് ഒരു പ്രത്യേക ഫിനിഷാണ്. ഒരു മാറ്റ് ബട്ട് ഫെയർലി സിമ്പിൾ. പക്ഷേ ഇതിൻ്റെ എഡ്ജസ് ഒക്കെ ഇച്ചിരി ഷാർപ്പാണ്. ആൻഡ് ഐറ്റം തുറക്കാം. ഓക്കെ, സോ സംഭവം ഇതിൻ്റെ അകത്തിരിപ്പുണ്ട്. ഓക്കെ, ഇൻഡിക്കേറ്റർ നമുക്ക് ഇവിടെ കാണാം. കാണുമ്പോൾ ബേസിക്കലി ഭയങ്കര സിമ്പിൾ ഡിസൈനാണ്. മൊത്തം ബ്ലാക്ക് ആയതുകൊണ്ട് വേറെ ഡിഫറൻഷിയേഷൻ ഒന്നും കാണുന്നുമില്ല. സോ ഇതാണ് സംഭവം. സോണിന്ന് എഴുതിയിട്ടുണ്ട്. ചെറിയൊരു ഷേപ്പ് ഉണ്ട് ഇതിന്, മനസ്സിലാവുമെന്നറിയില്ല. ഇവരുടെ ബഡ്സ് ഇക്കൊല്ലം ഫോം ടിപ്സ് ആണെന്നാണ് കേട്ടത്. അത് ഈസ് നോട്ട് ദ ബെസ്റ്റ് കംഫർട്ട്, പക്ഷേ നല്ല സീല് കിട്ടും. സോ എങ്ങനെയിരിക്കും ഓവറോൾ ലുക്ക്? ലെഫ്റ്റ് സൈഡ് pretty much all same. ചെറിയ മാർക്കിംഗ് ഉണ്ട് ലെഫ്റ്റും റൈറ്റും കാണിക്കാനായിട്ട്. ബട്ട് ദിസ് ഇസ് ഹൗ ഇറ്റ് ലുക്സ്. പിന്നെ കമ്പാരിസൺ വേണമെങ്കിൽ ഇതാണ് ഗാലക്സി ബഡ്സ്, ഇതാണ് സോണിയുടെ. സൈസ് ഇങ്ങനെ ഇരിക്കും. ഓക്കെ, ഹിയർ ഇറ്റ് ഈസ്. അപ്പോൾ ഞാൻ എന്തായാലും ഗാലക്സി ബഡ്സും ഇതും കൂടെ കമ്പയർ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും ഒരു തീരുമാനം എടുക്കുകയുള്ളൂ. ഗാലക്സി ബഡ്സ് പ്രോ എനിക്ക് ഓഫറിൽ കിട്ടിയതാണ് S26 അൾട്രയുടെ കൂടെ കോംബോ ഓഫറായിട്ട്. സോ അറൗണ്ട് $110 to $15 അങ്ങോട്ട് എനിക്ക് അതിനായുള്ളൂ. ഇതിന് പക്ഷേ 300 അടുത്ത് റേറ്റ് ഉണ്ട്. സോ അതുകൊണ്ട് പ്രൈസിൽ തന്നെ നല്ല ഡിഫറൻസ് വരുന്നുണ്ട്. ബട്ട് ഐ ഹാവ് ടു കൈൻഡ് ഓഫ് സീ. ഞാൻ പറഞ്ഞ പോലെ ഒന്ന് രണ്ട് ഇഷ്യൂസ് ഉണ്ട് എനിക്ക് ഗാലക്സി ബഡ്സ് 4 പ്രോയിൽ. സോ ആ ഇഷ്യൂസ് എനിക്ക് മാനേജബിൾ ആണെങ്കിൽ ഇറ്റ് ഈസ് വേ ലോട്ട് ചീപ്പർ ടു കീപ് ദാറ്റ് വൺ. സോ ദാറ്റ്സ് ഓൾ. ബാക്കി കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഫുൾ വീഡിയോ വരുമ്പോൾ പറയാം.